ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവമേ മിസ് പിന്നെയും വന്നോന്നല്ലേ? പേടിക്കേണ്ട, ഞാനെന്ന് നിങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങളോടൊന്ന് സംസാരിക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം മിടുക്കരായിട്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. എക്സാം എല്ലാം കഴിഞ്ഞ് മിസ്സേ ഫുൾ ഞങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വൈബായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അല്ലേ? എല്ലാവരും ഫുള്ള് പ്ലാനിങ്ങിലായിരിക്കും. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം, എന്ത് പോകണം, ഫാമിലി ട്രിപ്പ്, അത് ഇത് 10 ദിവസത്തെ ആ ഗ്യാപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് അവിടെ സെറ്റാക്കി ഇരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. സോ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മക്കളോട് നമ്മൾ പേഴ്സണലി ആയിട്ടും അല്ലാതെ നമ്മുടെ സൈലത്തിന്റെ പേരിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ മെസ്സേജുകളായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സാം അടിപൊളി ആയിരുന്നു, നമ്മുടെ സൈലം പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. സോ എക്സാം ഓവറായി. ഇനി നമ്മളുള്ളത് എന്താണ്? വെക്കേഷൻ മോഡ്. ഏത് മോഡ്? വെക്കേഷൻ മോഡ്. ഏത് മോഡ്? ഓണം മോഡ് പറയുന്ന പോലെ അല്ലേ? വെക്കേഷനിലോട്ടാണ് നമ്മൾ കടന്നത്. അപ്പൊ വെക്കേഷനൊക്കെ നിങ്ങൾ അടിച്ചനെ പൊളിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ, എങ്ങോട്ടൊക്കെയാ പോകേണ്ടത് ഒക്കെ പോവുക. അതിനോടൊപ്പം തന്നെ ഈ എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരിക്കാം, ഞാൻ പഠിച്ചതൊന്നും മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല, ചിലർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, മാർക്ക് കുറച്ചും കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സർപ്രൈസുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും ഇനിയും എന്ത് ചെയ്യുക, വെക്കേഷൻ സമയത്ത് എൻജോയ് ചെയ്യേണ്ടൊക്കെ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെ ചെറിയതായിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ലേ, വലുതൊന്നും വേണ്ട, ചെറിയ പ്രിപ്പറേഷൻസ് നമുക്ക് ആവാം. കാരണം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. വജ്ര ബാച്ചിന്റെ കേസിന്റെ മക്കൾക്ക് അറിയുമോ അല്ലേ? ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സും സ്ലൈഡ്സും നോട്ട്സും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. യൂണിറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ ഓണത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അടിപൊളിയായിട്ട് പഠിച്ച ഫുൾ A ഗ്രേഡ് തന്നെ സെറ്റ് ആക്കണം, ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് ജോയിൻ ചെയ്യാൻ 9994400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും മിസ്സേ ഓണായിട്ട് കാണാൻ വന്നിട്ട് ഇവൻ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾ തന്നില്ലല്ലോ എന്നല്ലേ? യെസ്, പേടിക്കണ്ട, അതുമുണ്ട് നമുക്ക്. നമ്മൾ ഓണം പ്രമാണിച്ചെന്റെ മക്കൾക്കെല്ലാം 15% ഓഫോട് കൂടിയിട്ടുള്ള ഒരു ഓണം മെഗാ ഓഫറാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി പോകെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് 10-ാം തീയതി വരെയുള്ളൂ, സെപ്റ്റംബർ 10 എന്ന് പറയുന്നൊരു ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇതുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. സോ മാക്സിമം ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. 15% ഓഫ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും വലിയൊരു ഗിഫ്റ്റിന് വേണോ? ഉള്ള പൈസയിൽ നിന്നും പിന്നെയും കുറവായല്ലേ? അപ്പൊ മാക്സിമം എന്റെ മക്കൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും കോൺടാക്ട് ചെയ്തോ, അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തോ. അപ്പോ ഹാപ്പി ഓണം, സെറ്റാക്കുക, റെഡിയാക്കുക, പൊളിക്കുക, തിമിർക്കുക.